ഹായ്, ശരത്താണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെൻഗോ ഗോൾഡിന്റെ Q4 റിസൾട്ട് അപ്ഡേറ്റിനെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കല്യാണിന്റെ അതേപോലെ തന്നെ PNGS റേവ ഡയമണ്ടിന്റെയും ബിസിനസ് അപ്ഡേറ്റ് Q4 ബിസിനസ് അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ നമുക്ക് സെൻഗോഡ് നോക്കിയാൽ അവരുടെ റവന്യൂ ഗ്രോത്ത് Q4 ഏകദേശം 46% റവന്യൂ ഗ്രോത്ത് ആണ് കമ്പനിയിൽ വന്നിരിക്കുന്നത്. അതിനകത്ത് 34% ഗ്രോത്ത് വന്നിരിക്കുന്നത് SSSG എന്നാണ്. ഓൾറെഡി ഉള്ള 1 ഇയറിന് മുകളിലായിട്ടുള്ള ഷോറൂംസിൽ നിന്നുള്ള ഗ്രോത്ത് ആണ് ഏകദേശം 34%. അതുപോലെ തന്നെ ഓവറോൾ അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ FY26 അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 35% ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ കല്യാണം സംസാരിച്ച് പറഞ്ഞിരുന്നു, കല്യാണം ഏകദേശം 64% ഈ ഒരു ക്വാർട്ടറിൽ ഗ്രോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇയറിൽ 42%. ഇവിടെ സെൻഗോഡ് നോക്കിയാൽ അവർ ഈ ഒരു ക്വാർട്ടറിൽ 46%, അതുപോലെ ഫിനാൻഷ്യൽ ഇയർ നോക്കിയാൽ 35% ഗ്രോ ചെയ്തിരിക്കുന്നത്. അവരുടെ ഷോറൂംസ് ഏകദേശം 7 അവർ ഈ ഒരു ക്വാർട്ടറിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഷോറൂംസ് കഴിഞ്ഞ ക്വാർട്ടർ എൻഡ് ചെയ്യുന്ന സമയത്ത് 196 ആയിരുന്നു. ഇപ്പൊ നോക്കി 201 ഷോറൂംസ് ആണ്, 202 ഷോറൂംസ് ആണ് അവർക്ക് ടോട്ടൽ ഉള്ളത്. 7 ഷോറൂംസ് ഓപ്പൺ ചെയ്തെങ്കിൽ അതിനകത്ത് 2 അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഏകദേശം ഒരു അറൗണ്ട് അവർ 200 ഷോറൂംസ് ആണ് അവർക്കുള്ളത്. കല്യാണിന് ഏകദേശം 500 മുകളിൽ 507 ഷോറൂംസോളം ഉണ്ട്. അപ്പോൾ അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരിക്കുന്നത് 20 to 25 ഷോറൂംസ് ഓപ്പൺ ചെയ്യുന്നുള്ള കാര്യമാണ്. അതായത് ഏകദേശം 200 എന്നുള്ളത് 225, 230 ആ ഒരു റേഞ്ചിലേക്ക് 220, 230 ഇടയ്ക്കുള്ള ഷോറൂംസിന്റെ നമ്പറിലേക്ക് എത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് നോക്കുമ്പോൾ ഏകദേശം 10% ഗ്രോത്ത് ആണ് അവർ ഈ പറഞ്ഞ പുതിയ ഷോറൂംസിൽ നിന്ന് അല്ലെങ്കിൽ വോളിയം ഗ്രോത്ത് ആയിട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെന്റ് അതുപോലെ തന്നെ ടോട്ടൽ വാല്യൂ ഗ്രോത്ത് ആയിട്ട് പറയുന്നത് ഏകദേശം 20-25% ഗ്രോത്ത് ആണ് പറയുന്നത് അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിലേക്ക്. അതുപോലെ തന്നെ മാർജിൻസിന്റെ കാര്യം പറഞ്ഞാലും ഏകദേശം 7.5 to 7.8 ആണ് അവർ എബിറ്റ മാർജിൻസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നോക്കുമ്പോൾ എബിറ്റ മാർജിൻസ് ഇപ്പോൾ ഉള്ള കമ്പനിയുടെ പെർഫോമൻസിനെ കഴിഞ്ഞ് കുറച്ച് താഴേക്കാണ് ഗൈഡ് ചെയ്യുന്നത്. അത് മെയിനായിട്ട് റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ സ്വർണ്ണത്തിന്റെ പൈസ ഇത്രയും കൂടിയോണ്ട് തന്നെയാണ് ഇവർക്ക് ഈ രീതിയിൽ മാർജിൻസ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഇമ്പ്രൂവ് ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള മാർജിൻസിനെ കഴിഞ്ഞ് കുറച്ച് താഴെയായിട്ടാണ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഷോറൂം ഓപ്പണിംഗ് ആണെങ്കിൽ പോലും ഏകദേശം 10% ഷോറൂം ഓപ്പണിംഗ് മാത്രമേ മാനേജ്മെന്റ് പറയുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 20-25% ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈറ്റിൽ നോക്കിയാൽ പോലും 20-25% മുകളിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗൈഡൻസ് മാനേജ്മെന്റ് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് ഫുൾ റിസൾട്ട് വരുന്ന സമയത്താണ് പറയാൻ പോകുന്നത്. പക്ഷെ എന്നാൽ ഇപ്പോഴും അവർ അപ്ഡേറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം 20-25 ഷോറൂംസ് ആണ് അവർ അടുത്ത വർഷം ഓപ്പൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അത്ര ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ഫിഗേഴ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല മൊത്തത്തിൽ. കാരണം ഈ ഒരു റിസൾട്ട് ആണെങ്കിൽ പോലും കല്യാണിന്റെ പെർഫോമൻസിനെ കഴിഞ്ഞ് താഴെയാണ് അവരുടെ പെർഫോമൻസ്. അതേപോലെ തന്നെ അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ പോലും കുറച്ചുകൂടെ കൺസർവേറ്റീവ് ആയിട്ട് തന്നെയാണ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കല്യാൺ പോലെ അല്ല ടൈറ്റൻ പോലുള്ള വലിയ കമ്പനികൾ അത്രയും പെർഫോം ചെയ്യുമ്പോൾ അല്ലെ അവർ ആ ഒരു ബേസിന് മുകളിൽ അത്രയും ഗ്രോ ചെയ്യുമ്പോൾ സെൻഗോ പോലത്തെ ഒരു കമ്പനി ഈ ഒരു രീതിയിൽ ഗ്രോ ചെയ്യുന്നത് എനിക്ക് അത്ര ഒരു ഇംപ്രസീവ് ആയിട്ട് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് മാനേജ്മെന്റ് റിസൾട്ട് വരുന്ന സമയത്തുള്ള ഫുൾ റിസൾട്ട് വരുമ്പോൾ കമന്റ് കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഒരു അപ്ഡേറ്റ് കൂടെ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.